ഞാനെന്നുള്ളത് നമ്മുടെ പാലക്കാടുള്ള എ മോട്ടോഴ്സിന്റെ പ്രീ ഓണർ യൂസർ ഷോറൂമിലാണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ വരുമ്പോൾ എങ്ങനെ? ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാണിക്കമാത ജംഗ്ഷൻ എന്ന് പറയും. നമ്മുടെ മേഴ്സി കോളേജിന് അടുത്തായിട്ടാണ്. പാലക്കാട് മേഴ്സി കോളേജിന്റെ അടുത്ത് കാണിക്കമാത ജംഗ്ഷനിൽ ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ടടുത്തായിട്ട്. ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പെട്രോൾ പമ്പിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ഷോറൂം ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. 2 നമ്പർ കൊടുക്കല്ലേ? കൊടുക്കാം. 2 നമ്പർ കൊടുക്കുക. അതിൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. വിളിച്ച് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഓരോരോ വാഹനങ്ങളായിട്ട് പെട്ടെന്ന് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2022 മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അതായത് നിർത്തുമുള്ള പൈസ. ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പക്ഷേ കിലോമീറ്റർ കുറവാണ്. വെറും 14,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം. ഇതിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടില്ല? 20 കിലോമീറ്റർ വരെ സുഖമായിട്ട് കിട്ടും. 20 കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളും കിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ലെക്സയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് തന്നെ? ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറച്ച് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടയേഴ്സും നല്ല അലോയ്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഹൈറ്റ് ഫീൽ ചെയ്യും വണ്ടി. നല്ല ടയർ സൈസ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അത്യാവശ്യം അഡീഷണൽ പേയ്മെന്റ് കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ABS എയർ ബാഗ് എല്ലാം വരുന്നതാണ്. ABS എയർ ബാഗ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഇതിന്റെ പേപ്പറും കാര്യങ്ങളും ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇത് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് നമുക്ക് ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് സെന്ററിൽ പോയാലും വാറണ്ടി കൊടുക്കുന്നത് മാരുതി തന്നെയാണ്. അതായത് നമ്മൾ ഡീലർഷിപ്പ് അല്ല വാറണ്ടി കൊടുക്കുന്നത്, മാരുതി തന്നെയാണ് വാറണ്ടി കൊടുക്കുന്നത്. മാരുതി കൊടുക്കുന്ന വാറണ്ടി 1 ഇയർ ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നിങ്ങൾ? ഇത് 3,95,000 രൂപ. 3,95,000. അതിന് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാം. അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ വഴിയില്ല നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ EMI കാര്യങ്ങളൊക്കെ നൈസായിട്ട് അടച്ചു പോകും. ഡൗൺ പേയ്മെന്റ് കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ 100% ലോൺ സൗകര്യത്തോടുകൂടി വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം ഇപ്പം നിലവിൽ എ മോട്ടോഴ്സ് പ്രീ ഓണർ യൂസർ ഷോറൂം പാലക്കാട് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അടുത്തായിട്ട് ഒരു ആൾട്ടോ 800 പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾട്ടോ നിർത്തുമ്പോൾ ഉള്ള ഒരു ഫേസിലാണ് ഈ ഒരു വാഹനം ഇപ്പം നിലവിലുള്ളത്. അതായത് ഇതിൽ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും. എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2020 മോഡലാണ്. 2020 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. വേരിയന്റ് LXI ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 32,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. അത് ജനുവരി കിലോമീറ്റർ കമ്പനി സർവീസ്. ഇത് LXIയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇതിലും ഈ പറഞ്ഞ പോലെ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ് കാര്യങ്ങളാണ്. ABS കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ABS കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും സെൻസർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ടയറും കാര്യങ്ങളൊക്കെ പക്കയല്ലടാ? ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എല്ലാം പക്കയാണ്. ഏകദേശം പുതിയ ടയർസാ തോന്നുന്നു. ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, അങ്ങനെയൊന്നുമില്ല. ഫ്ലഡ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. 6 മാസം നമുക്ക് വാറണ്ടി കൊടുക്കാം. 6 മാസത്തെ വാറണ്ടി കൊടുക്കുന്നു. 3 ഫ്രീ സർവീസും ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,60,000 രൂപ. 3,60,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് ഈ 2 കാര്യങ്ങളും കൊടുക്കുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിലൊക്കെ പാസ്സായതിനു ശേഷമാണ് ഇവർ ഈ വാറണ്ടി. ഏകദേശം ഒരു 376 പോയിന്റ്സോളം ചെക്കപ്പ് ചെയ്ത വണ്ടികളാണ് ഇതെല്ലാം. ചെക്കപ്പ് ചെയ്ത വണ്ടികളാണ്. അതിനുശേഷം ഈ വാറണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ മെക്കാനിക്കുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ സമാധാനത്തിൽ ഒരാളെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അടുത്തായിട്ട് ആൾട്ടോ സെഗ്മെന്റിൽ ഒരു ആൾട്ടോ K10 നിലവിലുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 87,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 87,000 കിലോമീറ്റർ. ഇത് LXI വേരിയന്റ് ആണോ? LXI ആണ്. LXI വേരിയന്റ് ആണ്. പെട്രോൾ എഞ്ചിൻ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. LXIയിൽ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളുണ്ടാവും. നേരത്തെ യൂസ് ചെയ്ത ഒരു സീറ്റ് കവേഴ്സ്, അതേപോലെ സ്റ്റിയറിംഗ് കവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ലൈവ് ആണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 2,25,000 രൂപ. 2,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഏകദേശം നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കും. 1.5 ലക്ഷം. ഒരു 75 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതി സ്വിഫ്റ്റ്. ഈ ഒരു ഫേസിൽ വരുന്ന വാഹനം പ്രത്യേകിച്ചിട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2015 മോഡൽ ഡീസലാണ്. 2015 മോഡൽ ഡീസലാണ്. VDI ഓപ്ഷൻ ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,30,000 കിലോമീറ്റർ ഓടി. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം ഓട്ടം കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് ഡീസൽ വാഹനം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡീസൽ വാഹനം അന്വേഷിച്ചിറക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഡീസൽ വാഹനം നിർത്തി വെച്ചതോടുകൂടി ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ചോദിച്ചു നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? 4 പവർ വിൻഡോ വരുന്നുണ്ട്. 4 പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ കാര്യങ്ങളുണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 60% കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 4,60,000 രൂപ. 4,60,000 ചോദിക്കുന്നത്. അത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? പക്ഷെ നമുക്കൊരു 3.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലക്ഷത്തിനടുത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാം. അടുത്തായിട്ട് വാഗനർ. ഈ പറഞ്ഞ പോലെ തന്നെ വാഗനർ ഇഷ്ടം പോലെ ഉണ്ട്. പഴയതും പുതിയതും മാനുവലും ഓട്ടോമാറ്റിക്കും ഒക്കെ ഉണ്ട്. 1 ലിറ്റർ ഉണ്ട്, 1.2 ഉണ്ട്, എല്ലാം ഉണ്ട്. ഏത് തരം വാഗനർ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് കുറച്ച് വാഹനങ്ങൾ ഓരോ സെഗ്മെന്റിലും ഓരോന്നിടത്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. കമ്പനി സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഏത് വേരിയന്റ് ഏതാ? VXI ആണ്. VXI വേരിയന്റ്. ഇതിൽ VXIയിൽ എന്താ ഫീച്ചേഴ്സും കാര്യങ്ങളും? നമുക്ക് 4 ഡോറും പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് ഇന്റീരിയേഴ്സ് ഉണ്ട്, സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുത്തൻ ടയേഴ്സ് 4 പുത്തൻ ടയേഴ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലിയർ, എല്ലാം ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അതുകൂടാതെ നമുക്ക് 1 ഇയർ വാറണ്ടി ഈ വണ്ടിക്ക് നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,05,000 രൂപ. 4,05,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ഒരു 3,50,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. 55 ഡൗൺ പേയ്മെന്റ് മതിയാവും. ഓക്കെ അല്ലേ? നിങ്ങളിപ്പോൾ മൈലേജ് സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കമ്പനി പറയുന്നുണ്ട്, ആളുകൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ? സെലറിയ പുതിയ മോഡൽ. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ തന്നെ 2022 മോഡലാണ്. 2022 മോഡൽ ZXI ആണ്. വെറും 14,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. വെറും 14,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിനിൽ ഇപ്പോൾ അത്യാവശ്യം കമ്പനി എത്ര മൈലേജ് കാര്യങ്ങളും പറയണം? കമ്പനി 26 കിലോമീറ്ററോളം മൈലേജ് പറയുന്ന വണ്ടിയാണ്. 26 പറയുന്നുണ്ട്. ഇപ്പൊ അത്രയൊന്നും കിട്ടില്ലെങ്കിൽ 20ന്റെ മുകളിൽ എന്തായാലും മൈലേജ് കാര്യങ്ങളും കിട്ടൂലേ? ഈ ZXIയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇതിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ, അതുപോലെ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ABS, EBD, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. മൈലേജ് ഉണ്ട്. ഒരു ചെറിയ വാഹനമൊക്കെ അന്വേഷിച്ചിറക്കുന്നത് തീർച്ചയായിട്ടും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് ചോദിക്കുന്ന 5,50,000 രൂപ. 5,50,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാം? നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ധൈര്യമായിട്ട് പോകുന്ന നിങ്ങൾക്ക് 1 രൂപ പോലും ചിലവില്ലാതെ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു സെലറിയാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പുതിയ മോഡലിൽ നിങ്ങൾ എടുക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വാഹനമാണത്. 3 വർഷം കൂടി വാറണ്ടിയും ബാക്കിയുണ്ട്. ഇതിന് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. 2028 വരെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമ്മൾ അഡീഷണൽ വാറണ്ടി കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ചെയ്യണം. പക്ഷേ ഇവിടെ 3 വർഷം ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. നമുക്ക് 3 വർഷത്തേക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല. കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം. അടുത്തായിട്ട് ഓൾഡ് ബേസിൽ വരുന്നതാണ് സെലീറിയോ അല്ലേ? 2019 മോഡൽ. 2019 മോഡലല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. പക്ഷേ ഓട്ടം കുറവാണ്. 28,000 കിലോമീറ്റർ ആകെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏത് വേരിയന്റ് വരുന്നത്? VXI ആണ്. VXI വേരിയന്റ്. വെറും 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ കിലോമീറ്റർ. വേറെ കിലോമീറ്റർ തിരികെ മറിക്കാനുള്ള പരിപാടി ഒന്നും നമ്മൾ എടുക്കില്ല. എന്തുണ്ടെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെയുള്ള വണ്ടിനെ എടുക്കുകയും ചെയ്യില്ല. പിന്നെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വണ്ടി സെയിലിനോട് വെച്ചിട്ടുള്ളത് അല്ലേ? ഇതിൽ പിന്നെ ഈ ഒരു VXIയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? VXIയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം, അതുപോലെ 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ കാണുമ്പോൾ തന്നെ അതിന്റെ ലുക്കും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു 70% കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? 4,70,000 രൂപ. 4,70,000 ചോദിക്കുന്നത്. ഇതിൽ എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? 4 ലക്ഷം രൂപ വരെ ചെയ്ത് കൊടുക്കാം. നമുക്ക് 70,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു 70,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. ഒരു 70,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം. പിന്നെ ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടോ? 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വാറണ്ടി സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ചെക്ക് പോയിന്റ് കാര്യങ്ങളും പാസ്സതിന് ശേഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. അടുത്തായിട്ട് മാരുതിയിൽ ഇപ്പോൾ ഇറങ്ങുന്ന മോഡലിലെ തൊട്ട് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ ഫേസ് വാഹനം, 4 സിലിണ്ടർ വാഹനം. ഇപ്പോൾ ഇറങ്ങുന്നത് 3 സിലിണ്ടർ ആണ്. അപ്പോൾ 4 സിലിണ്ടർ വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ് ഒന്നുകൂടി കൂടി. കാരണം പവറും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് 2021 മോഡലാണ്. 2021 മോഡൽ VXI വേരിയന്റ് ആണ്. വെറും 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 24,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? ഇതിൽ നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്, അതുപോലെ ABS, EBD വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് അലോയ്സ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് വരാത്ത വണ്ടിയാണ്.
എങ്കിലും അലോയ്സ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ്, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കും. 6 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കും. 650 നമുക്ക് ലോൺ ചെയ്യാം. 50,000 ഡൗൺ പേയ്മെന്റ് ഇല്ലേ? ഇതിന് വാറണ്ടിയും കാര്യങ്ങളില്ലേ? 6 മാസത്തെ വാറണ്ടി. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് 2022 മോഡൽ VXI ആണ്. VXI ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെഗ്മെന്റ് അല്ലേ ഇത്? അതെ, അത്യാവശ്യം മൈലേജ്. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ 59,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്നത്? ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. മിറർ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 7,10,000 രൂപ. 7,10,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 6.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 6.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇതിന് നമുക്ക് 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് ടാറ്റയുടെ നെക്സോൺ. എല്ലാത്തരം കമ്പനികളുടെ വാഹനം നിലവിൽ അവൈലബിൾ ആണല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ മാരുതിയുടെ എന്നുള്ളൂ, ബാക്കി എല്ലാത്തരം കമ്പനികളിലും നിലവിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2019 മോഡൽ നെക്സോൺ ആണ്. നെക്സോൺ XM എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. പെട്രോൾ എഞ്ചിൻ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണോ? ഒരു 20ന്റെ ഉള്ളിൽ 20ന്റെ ഉള്ളിൽ മൈലേജും കാര്യങ്ങൾ കിട്ടും. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്നത്? ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള ABS, EBD, സ്റ്റെബിലിറ്റി കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ലൈവ് തന്നെയാണ്. ലൈവ് ആണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5.5 ലക്ഷം. 5.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു 5 ലക്ഷം രൂപ വരെ ലോൺ. 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു വാറണ്ടിയും വണ്ടിക്കുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2022 മോഡൽ 1.2 ലിറ്റർ എഞ്ചിനാണ്. 1200 cc 4 സിലിണ്ടർ വണ്ടി, പെട്രോൾ എഞ്ചിൻ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ ആണ്. ഏതാ വേരിയന്റ്? ZXi ആണ്. ZXi ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വാഹനമാണല്ലേ? അപ്പോൾ ഇതിന്റെ ZXi എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമുക്ക് 2 എയർ ബാഗ്, ABS, EBD, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഉണ്ട്. അതുപോലെ എക്സ്റ്റീരിയറും നല്ല ക്വാളിറ്റി എക്സ്റ്റീരിയേഴ്സ് ആണ്. ഏകദേശം ഒരു 70% ടയർ ഭാഗങ്ങളുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,55,000 രൂപ തന്നെയാണ്. 5,50,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. 5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 2028 വരെ വാറണ്ടി ഉണ്ട് ഈ വണ്ടിക്ക്. ഈ വാഹനത്തിന് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം 3 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കണ്ടീഷൻ വാഹനമായിരിക്കും. പരമാവധി ലോണും ചെയ്യാം. അടുത്തായിട്ട് വീണ്ടും ഒരു എക്സ്പ്രസോ. ഇവിടെ ഇഷ്ടംപോലെ എക്സ്പ്രസോ വേറെ ഉണ്ട്. അപ്പോൾ 2 വാഹനം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇതും 2021 മോഡൽ തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. VXI പ്ലസ് ആണ്. VXI പ്ലസ് ആണ്. ഇതിലാവുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ആഡ് ആവും. ടച്ച് സ്ക്രീൻ ആവും, റിവേഴ്സ് ക്യാമറ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് അതെല്ലാം വരുന്ന വാഹനം തന്നെയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 24,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആകെ 24,000 കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 4,55,000 രൂപ. 4,55,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 4 ലക്ഷം രൂപ വരെ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. പിന്നെ ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? ഇതിന് നമുക്ക് 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ട്. 6 മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്, 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ലോണും കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. നിങ്ങൾക്ക് ചെറിയ വാഹനം താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മാനുവൽ അല്ലേ? മാനുവലാണ്.